ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഇഫ്താറിനൊക്കെ പറ്റിയ തരിക്കഞ്ഞിയും മട്ടൻ കറിയും റെഡിയാക്കണത് കണ്ടാലോ. തരിക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. അതിന് ഒരു കവർ പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളച്ച് വരട്ടെ. ആ പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ആ നെയ്യിലേക്ക് കുറച്ച് സേമിയ വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് മതി കേട്ടോ. അതിലേക്ക് തന്നെ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതും വറുത്തെടുക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാം. പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച ഈ റവയും സേമിയയും കൂടി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. റവയും സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ട് വേണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കണത്. സേമിയ റവയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിന് കറി കുറച്ച് മട്ടൻ ഇരിപ്പുണ്ട്, അപ്പോൾ അത് കറി വെക്കേണ്ട. അതിന് 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 6 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ വേപ്പില. നമുക്കിനി കറി റെഡിയാക്കാം. നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലിട്ട്. ഉപ്പും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു 5 വിസിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതവിടെ വേവണ സമയം കൊണ്ട് നമുക്ക് സവാള വാട്ടിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വലിയ ജീരകവും ഏലക്കയും പട്ടയും കറിയാമ്പും കൊടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വാടി വന്നിട്ടുണ്ട് സവാള. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൻ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പൊടിച്ച മസാല കേട്ടോ, അത് കുറച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്.